A force is represented by F equal to ax square plus bt raised to 1/2. X distance, t time. Dimension b square by ar. b square by a. നോക്കൂ, ഈച്ച് ആൻഡ് എവറി ടേം മസ്റ്റ് ഹാവ് സെയിം ഡയമെൻഷൻ. എല്ലാ ടേമിനും ഓരോ ഡയമെൻഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും ഈസിയായി കണ്ടുപിടിക്കാം. എ എക്സ് സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എഫിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എക്സ് സ്ക്വയർ ആയിരിക്കണം. എം എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ കിട്ടിയാൽ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ആയിരിക്കണം. ഇനി ബി ടി റൈസ് ടു 1/2 അതുപോലെ തന്നെ ബി ടി റൈസ് ടു 1/2 അതുപോലെ തന്നെ എഫിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ബിൻ്റെ ഡയമെൻഷൻ എഫ് ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 1/2 ഈക്വൽ ആയിരിക്കണം. സോ എം എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 1/2. സോ ദാറ്റ് ടി റൈസ് ടു 1/2 മേലേക്ക് വരുമ്പോൾ എന്താവുക, എം എൽ ടി റൈസ് ടു -2 ആൻഡ് ടി റൈസ് ടു -1/2. സോ ഇപ്പം കിട്ടിയ ഈ രണ്ട് ഇക്വേഷനുകളിൽ നിന്ന് ബിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? എം എൽ ടി റൈസ് ടു -2 -1/2. -2 -1/2 എന്ന് പറഞ്ഞാൽ -2 -1/2. സോ -4 -1 -5/2. ഓക്കെ, ക്ലിയർ. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ബി സ്ക്വയർ ബൈ എ ആണ് ചോദിച്ചത്. ബീനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? ബീനെ സ്ക്വയർ ചെയ്താൽ എം സ്ക്വയർ എൽ സ്ക്വയർ ടി റൈസ് ടു -5/2 സ്ക്വയർ ടി റൈസ് ടു -5 തന്നെ ഇരിക്കും. സോ ബി സ്ക്വയർ ബൈ എ ആണ് ചോദിച്ചത്. എ എന്താ? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. എം സ്ക്വയറും എമ്മും പോയി. എൽ റൈസ് ടു -1 മേലേക്ക് വരുമ്പോൾ ഒരു എം മേലെയുണ്ട്, എൽ ക്യൂബ് വരും. ആൻഡ് ടി റൈസ് ടു -5 + 2 ദാറ്റ് ഈസ് ടി റൈസ് ടു -3. അങ്ങനെ ആൻസർ ഉണ്ടോ? എം എൽ ക്യൂബ് ടി റൈസ് ടു -3. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ.